കൊള്ളാം. ചുമ്മാ ഒരു രസത്തിന്. ഇനിയും ഇതുപോലെ വില കുറഞ്ഞ ചീപ്പ് ഗെയിമുമായി വന്നാൽ നിന്നെയും ഇതുപോലെ കത്തിക്കും. ഓർത്തോ? ഈശ്വരാ, ഈ കേക്ക് നീ എപ്പോ ഉണ്ടാക്കി? ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ മോളെ. കുറച്ചു ദിവസമായില്ലേ കേക്ക് ഒക്കെ ഉണ്ടാക്കിട്ട്. ഇന്ന് എഴുന്നേറ്റപ്പോ ഒരു മൂട് തോന്നി, അതാ രാവിലെ തന്നെ ഉണ്ടാക്കിയത്. ആ ഡി കേക്കാണ് ഈ കേക്ക് കൊണ്ടുവന്നറിഞ്ഞ ഇവളിവിടെ ബോധം കെട്ട് വീഴും. എന്തായാലും ഈ കേക്കിൽ എല്ലാം അവസാനിക്കുന്നെങ്കിൽ അങ്ങ് അവസാനിക്കട്ടെ. എന്തേച്ചാ ആലോചിക്കുന്നേ? നീ പറഞ്ഞ ഈ കേക്കിന്റെ പേരൊന്ന് ഓർത്തതാ. സൂപ്പർ ഡെലീഷ്യസ് കേക്ക്. അപ്പൊ ശരി, ചേച്ചി പോയിട്ട് വരാം. ശരി ചേച്ചി. അമ്മ ഇപ്പൊ വരണ്ട, സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഇപ്പൊ വിളിച്ചത് എന്തിനാണെന്ന് പറ. കൺഗ്രാറ്റുലേഷൻസ് മൈ സൺ. എന്തിന്? കുറച്ചു മുമ്പേ നിന്റെ മരുമകൾക്കേ നീ ഒരു പണി കൊടുത്തില്ലേ, അത് ഏറ്റു. അതെ, 3 എണ്ണം കൂടി മുഖത്തോട്ട് മുഖം നോക്കി ഇടിക്കുക. അതിന് ഞാൻ അവർക്ക് പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ലല്ലോ, പിന്നെന്താ? അതല്ല, ജോജിയുടെ വീട്ടിൽ പോണ്ട നീ പറഞ്ഞില്ലേ, അത് തന്നെ കാരണം. അമ്മേ പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ്. അവളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. എടാ ഞാനൊന്ന് പറയട്ടെ, അവളൊരു പാവാ, വെരി പുവർ ഗേൾ. അമ്മേ പ്ലീസ്, ഞാനൊരു ജോലിയിലാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. പറഞ്ഞെല്ലാം കൊണ്ടുവന്നില്ലേ? ഉണ്ട് സാർ. യു ക്യാൻ ഗോ. എന്താ മാഡം? നിങ്ങളുടെ ഡി കെ സർ അകത്തുണ്ടോ? അകത്തില്ല, ഔട്ട് ഹൗസിലെ കിച്ചണിലുണ്ട്. എന്താ കാര്യം? ഈ കേക്കൊന്ന് ഡി കെക്ക് കൊടുക്കണം. അയ്യോ മാഡം ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഡി കെ സാർ ആകെ കലിപ്പില്ല. ഓ അത് സാരൊന്നുമില്ല, നിങ്ങൾ ഈ കേക്കൊന്ന് അകത്തുകൊണ്ട് കൊടുത്താ മതി. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് മാഡം? ഇന്നോ? ഇന്ന് ഒരു നന്മ ജനിച്ച ദിവസം, രാക്ഷസഭാവം വെടിഞ്ഞ് ഒരു അസുരൻ ദേവനായ ദിവസം. ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ട് കൊടുക്കാം. ഡി കെയുടെ കയ്യിൽ തന്നെ കൊടുക്കണേ. ഓക്കെ മാഡം. ഒരു മിനിറ്റ്, ഒരു കാര്യം മറന്നുപോയി. ഇതും കൂടെ കൊടുത്തേക്കേ. ഇനി കൊണ്ടേക്കോ. എന്താ ഒരു മണം, ഏതോ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നതിന്റെ സ്മെല്ലാണെന്ന് തോന്നുന്നു. നാവിലെ വെള്ളം ഊർന്നു. ഒന്ന് അകത്ത് കയറി നോക്കിയാലോ? ഈശ്വരാ, ഈ മണം കൊണ്ട് കൊതി മൂത്തിട്ട് വയ്യല്ലോ. ഈ കേക്ക് ആര് തന്നു പറഞ്ഞു? ജ്യോതി മാഡം. എന്തിനാണെന്നല്ലേ? എന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിച്ചതിന്. ഈ ഭൂമിയിൽ ജനിക്കുന്ന പുഴുവിനും പുല്ലിനും
കിളികൾക്കും മരത്തിനും മനുഷ്യനും എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ അത് മനസ്സിലാക്കാൻ വൈകിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ ആ ചുരുട്ടിവെച്ച മീശയും ഗുണ്ടകളെ പോലെയുള്ള നോട്ടവും 24 മണിക്കൂറും കോട്ടിട്ടുകൊണ്ടുള്ള നടത്തമൊക്കെ ഒരു മറയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ആ നല്ല മനസ്സ് ഞാൻ കണ്ടു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്റെ അനിയത്തെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് രക്ഷിച്ചത്. അതിനും നന്ദി. മാത്രമല്ല, ഞാൻ ചെയ്ത തെറ്റിന് അപമാനം ഏറ്റുവാങ്ങിയത് മുഴുവൻ നിങ്ങളാണ് ഹിറ്റ്ലറെ. സോറി പറഞ്ഞാൽ തീരുന്നതല്ല ആ കടമെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാത്തിനും ചേർത്ത് ഒരു മാപ്പ്. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല, മറിച്ച് ബഹുമാനമേ ഉള്ളൂ. ആ പിന്നെ കൊറോണ കാരണം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കേണ്ടതുകൊണ്ടാ ഞാൻ പുറത്ത് തന്നെ നിൽക്കുന്നത് കേട്ടോ. ഈ കേക്ക് സ്വീകരിച്ച് എന്നോടുള്ള ശത്രുത കളയണം എന്ന് ഹിറ്റ്ലറുടെ കയ്യിൽ നിന്നും ഓടിപ്പോയ പെണ്ണ് ജ്യോതി. കേക്ക് കാണുമ്പോ എന്തായാലും DKക്ക് സന്തോഷാവും. ആ കത്തും കൂടി വായിച്ചാ ചിലപ്പോ എന്നെ ഓർത്ത് ഹിറ്റ്ലറുടെ കണ്ണ് നിറഞ്ഞെന്നും വരും. പുറമേ പരുക്കനാണെങ്കിലും DKക്ക് അലിവുള്ളൊരു മനസ്സുണ്ട്. ബേക്കറിക്കാരി, എന്റെ സുധേ, നിങ്ങൾ ഞങ്ങളുടെ അയൽക്കാരാ, ഞങ്ങളോട് സ്നേഹമുള്ളവരാ എന്ന് കരുതി എന്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഇതിപ്പോ നാട്ടിലെ മൊത്തം ആളുകൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് കേട്ട കാര്യം ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും ഇത്രയും വലിയ ഭാഗ്യം കൈവെള്ള വരെ വന്നിട്ട് അത് തട്ടിയെറിഞ്ഞു പോവാൻ ഈ പെണ്ണിന് എങ്ങനെ മനസ്സ് വന്നു? ഇനിയിപ്പൊ ചത്ത കൊച്ചിന്റെ ജാതകം വായിച്ചിട്ട് എന്തിനാ? ഇനി മറ്റേത് പറ. അതെ, നാട്ടിലൊക്കെ വേറൊരു വർത്താനം കൂടെ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അത് പറയാൻ കൂടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തു വർത്താനം? അല്ലല്ലേ, അമരാവതിന്ന് ഇവിടേക്ക് വല്ല സ്വർണവോ പട്ടുസാരിയോ വല്ലതും കൊണ്ടുവന്നായിരുന്നോ? അതൊന്നും നിങ്ങൾ തിരിച്ചു കൊടുക്കാതെ അടിച്ചു മാറ്റിയെന്ന കരക്കമ്പി. എന്റെ സുധേ, പുറത്ത് നിന്ന് പറയുന്ന നാട്ടുകാർക്ക് എന്തറിയാം? ഇന്നലെ തന്നെ ആ സ്വർണവും പണവും എല്ലാം ഞങ്ങൾ അങ്ങ് തിരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തിനാ മറ്റുള്ളവരുടെ സ്വർണവും സാരിയൊക്കെ? അതൊക്കെ പെട്ടിയോടെ അവരെ തിരിച്ചേൽപ്പിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങി പോന്നത്. നമുക്കൊക്കെ ഒരു അന്തസ്സില്ലേ? അതിന് കോട്ടം തട്ടുന്ന ഒന്നും ഈ ആശാലത ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് സ്വർണത്തിനോടോ പണത്തിനോടോ ഒന്നും ഒരു ആർത്തിയും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് ഞങ്ങൾക്കറിയാം, അല്ലേ സുധേ? എന്റെ അനിയത്തിക്ക് നല്ല ആലോചന വരുമോ? കല്യാണം നടക്കുമെന്നൊക്കെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം. കുറച്ചു നേരമായി അകത്തിരുന്ന് ഞാനും ഈ കുറ്റം പറച്ചിൽ കേൾക്കുന്നു. എന്തൊരാൾക്കാരാണ് നിങ്ങൾ? അസൂയയുടെയും കുശുംബിന്റെയും ബ്രാൻഡ് അംബാസിഡർമാരാ രണ്ടുപേരും. അച്ഛാ, ആർക്കാ പ്രിയമോളി ചായ? അവർക്ക്. അയ്യോ, ഇവർക്ക് ചായ കൊടുത്താലേ ദൈവം നമ്മളെ ശിക്ഷിക്കും. മോളിത് അകത്തുകൊണ്ടേ വെക്ക. അല്ല,
ചെല്ലെ പോ. ഞങ്ങള് പറഞ്ഞതിൽ എന്താ കൊച്ച തെറ്റ്? നീ എവിടുന്ന് ഒളിച്ചോടി കാര്യം? നാട്ടിൽ പാട്ടാ. നാട്ടുകാര് പാട്ട് പാടുവോ കഥ പറയോ ഒക്കെ ചെയ്തോട്ടെ ചേച്ചി. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, ചേച്ചിയുടെ മോൻ ഏതോ ഒരു പെണ്ണിനെ ഫോൺ വിളിച്ച് അശ്ലീലം പറഞ്ഞതിന് പോലീസ് അറസ്റ്റ് ചെയ്ത കഥ നാട്ടുകാർ മറന്നതാണോ അതോ ചേച്ചി തന്നെ സ്വയം മറന്നോ? ജ്യോതി, വീട്ടിൽ വന്നവരെ അപമാനിക്കരുത്. വീട്ടിൽ വരുന്നവരെ നമ്മളെയും അപമാനിക്കരുത്. അയൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള മിനിമം മര്യാദയെങ്കിലും ഇവര് കാണിക്കണം. വാ മല്ലികേ, നമുക്ക് പോവാം. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ കല്യാണം മുടങ്ങിയത് എങ്ങനെയാണെന്നല്ലേ നിങ്ങക്ക് രണ്ടുപേർക്ക് അറിയേണ്ടത്? അത് മുടക്കിയതേ ഈ ഞാൻ തന്നെ. എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തന്നെ അവിടുന്ന് ഓടിപ്പോയതാ. ഇനി എനിക്ക് വേറൊരു കല്യാണ ആലോചന വന്നില്ലേലും കുഴപ്പമില്ല. കല്യാണം കഴിക്കാതെയും ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്റെ അനിയത്തി, അവളുടെ വിവാഹം അന്തസ്സായിട്ട് ഞങ്ങൾ നടത്തും. ചേച്ചിയുടെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കണ്ട കേട്ടോ. ഇനി രണ്ടാളും കൂടി പൊടിയും തട്ടി സ്ഥലം വിട്ടെ ചെല്. ഇത് സുപ്രിയയുടെ മോതിരം. നിങ്ങൾ അന്ന് ജ്യോതിയുടെ വീട്ടിൽ പോയി മോഷിച്ചോണ്ട് വന്നില്ലേ? അല്ല, അമ്മ ഇതെന്ത് ചെയ്യാൻ പോവാ? ഞാനിത് ഡിക്കിക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നു. ഹൗ ഈസ് മൈ ഐഡിയ? അമ്മ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനിലാണോ? വാട്ട് കൊല? ടെൽ മീ ഡോട്ടർ. ഇത് അവൻ തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം? കുഴപ്പമല്ല, ഇവിടെ കൊലപാതകം നടക്കും. നോ 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 കൊല. ഐ ഗീവ് ദിസ് ടു മൈ സൺ. ഇത് നഷ്ടപ്പെട്ടെന്ന് കരുതി അവൻ വലിയ വിഷമത്തിലാ. തിരിച്ചു കിട്ടുമ്പോ വലിയ സന്തോഷത്തിലാവും. എന്റെ മോൻ ഹാപ്പി ആവട്ടെന്നേ. അപ്പൊ ഐ ഗോ. അവിടെ നിൽക്കേ, ഞാൻ ഒന്ന് പറയട്ടെ. യു ടെൽ നത്തിങ്. ഐ നോ എവരിത്തിങ്. അയ്യോ, എന്റെ അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അല്ല, അമ്മയ്ക്ക് ഈ മോതിരം എവിടുന്ന് കിട്ടി? ഞാൻ സത്യം പറയും. എന്റെ പൊന്നമ്മേ, ചതിക്കല്ലേ. പൊന്നമ്മയല്ല, പത്മാവതി അമ്മ. അമരാവതിയിലെ പത്മാവതി അമ്മ. ഓ, സമ്മതിച്ചു. അല്ല, ഈ മോതിരം തിരിച്ച് അമരാവതിയിൽ എങ്ങനെ എത്തിയെന്ന് DK ചോദിക്കില്ലേ? ചോദിക്കും. അതിനെന്താ? അപ്പൊ അമ്മ എന്ത് പറയും? നിങ്ങൾ മോട്ടിച്ചാണെന്ന് പറയും. അയ്യോ അമ്മ. നോ, യു ഡു റോങ്. ഇപ്പൊ നോ നിലവിളി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. എന്റെ മോന് സുപ്രിയോടുള്ള ഇഷ്ടം ഈശ്വരനറിയാം. അവക്ക് കൊടുത്ത വാക്ക് തെറ്റാൻ ഈശ്വരൻ അനുവദിക്കില്ല. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഇതിനു വേണ്ടിയല്ലേ നീ സുപ്രിയോട് സങ്കടപ്പെട്ടത്? അമ്മയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? പറയമ്മേ, ജ്യോതിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മോതിരം അമ്മയുടെ കയ്യിൽ എങ്ങനെ വന്നു? ജ്യോതിയാണോ അമ്മ ഇത് തിരികെ ഏൽപ്പിച്ചത്? അല്ല, വേറൊരാൾ എന്റെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചതാ. പക്ഷെ അത് ജ്യോതിയല്ല. മായേ, അമ്മ ഈ പറഞ്ഞ സത്യമാണോ? ജ്യോതിയുടെ വീട്ടിൽ പോയി ഈ മോതിരം മോഷ്ടിച്ചത് നിങ്ങളാണോ?
എന്താ ചോദിച്ച കേട്ടില്ലേ? ആർക്കും ഉത്തരവില്ലേ? നിങ്ങളാണോ ഇത് ചെയ്തതെന്ന്? അതെ. എന്തിന്? ഇവളുമാരുടെ അഹങ്കാരം. അല്ലാതെന്താ? ഇവളുമാര് കാരണമല്ലേ ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ സിദ്ധേരയുടെ സ്ഥാനത്ത് ജോജി നിന്റെ ഭാര്യയായേനെ. ഇവര് പറയട്ടെ എന്തിനാ ഇത് ചെയ്തതെന്ന്. DK രക്ഷിക്കാൻ. എന്നെ രക്ഷിക്കാനോ? അതെ. ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയത് ഇവിടുത്തെ ഒരു മരുമകളായിട്ടാ. അന്നു മുതൽ ഒരു മകളോടുള്ള വാത്സല്യവും സ്നേഹവും നിങ്ങൾ രണ്ടുപേരും എനിക്ക് നൽകിയിട്ടുണ്ട്. അമരാവതി എന്നത് ഒരു വെറും വീട്ടുപേര് മാത്രമല്ല, ഈ നാടും നാട്ടുകാരും എന്നും ബഹുമാനിക്കുന്ന ഒരു തറവാടിന്റെ കീർത്തി മുദ്രയാണത്. ഈ മുറ്റം മുഴുവൻ തൂത്ത് വാരി കഴിഞ്ഞ നേരെ ഒഴിച്ചലിന് പോകേണ്ടി വരും. പുല്ലല്ലടി, കള. കള പറിക്കാനാ പറഞ്ഞത്. കളയ്ക്ക് പകരം പുല്ല് പറിച്ചാലേ അതിനി പ്രത്യേക പണിഷ്മെന്റ് കിട്ടും. ഓ അതല്ല, എനിക്ക് ദേഷ്യം വന്ന് പറഞ്ഞു പോയതാ പുല്ലെന്ന്. ഇതെന്തായാലും ഇത്തിരി കടുത്ത ശിക്ഷയായി പോയി. മായേച്ചിയുടെ കാർ വാഷിംഗ് എന്തായോ എന്തോ. DK സാരല്ലേ ചേച്ചി, എപ്പോഴായാലും അത് തിരികെ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ മുടങ്ങിയ വിവാഹത്തിന്റെ മോതിരം ഇനി വിരലിട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്ത്? നിങ്ങൾ തമ്മില് ഇനിയും കാണുന്ന എന്റെ മനസ്സ് പറയുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല, എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന ചേച്ചി മെഹന്തി ദിവസം DKയുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന കാര്യം മാത്രം എന്നോട് മറച്ചു വെച്ചു. ഒരു സൂചനയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ മെഹന്തി ദിവസത്തെ ഒളിച്ചോട്ടോ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞാനായിട്ട് ഒഴിവാക്കി തരുമായിരുന്നു. അതെല്ലാം മായയുടെ പ്ലാനിംഗ് ആയിരുന്നു. അതുകൊണ്ടാ ഞാൻ സമ്മതിച്ചു. പക്ഷെ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടും ചേച്ചിക്ക് അയാളോട് എന്തോ ഒരു വിധേയത്വമുണ്ട്. പരസ്പരം കീരിയും പാമ്പും പോലെ കടിച്ചു കയറാൻ നിൽക്കുമ്പോഴും ഉള്ളിൽ വളരെ ആഴത്തിലൊരടുപ്പം നിങ്ങൾ തമ്മിലുണ്ട്. ശരിയല്ലേ ചേച്ചി? അയാൾ എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട്. ചേച്ചി എന്താ പറഞ്ഞേ? അതെ, സത്യം ഞാൻ പറഞ്ഞത്. അന്ന് നീ ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിലായ ദിവസം ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. ഒടുവിൽ ദൈവത്തെ പോലെ അയാൾ വന്നു. DK. സ്പെഷ്യൽ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ സൂപ്പർ ഡിലീഷ്യസ് കേക്കാ ഇത്. മോനെ, എന്റെ കല്യാണം നിങ്ങൾക്ക് തമാശയാണോ? ഞാനൊരു വിഡ്ഢിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? എന്തിനാ ഇപ്പൊ ഈ കേക്ക്? ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? എനിക്ക് കേക്ക് ഉണ്ടാക്കി തരാൻ ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെട്ടു?
എന്തിനാ എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഇതെന്റെ ആദ്യത്തെ കല്യാണമല്ല, സെക്കൻഡ് മാരേജാ. അപമാനിച്ചത് മതി. അവിനാശ്, നീ ആ ഡിവോഴ്സ് കേസ് ഒന്ന് പിൻവലിക്കണം. എന്നിട്ട് നീ നിന്റെ ഭാര്യയെടുത്ത് സുഖമായിട്ട് ജീവിക്കണം. നിന്റെ ചേച്ചിയുടെ വാക്കും കേട്ട് നീ എന്നെ ഒഴിവാക്കുകയാണല്ലേ? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ എന്നോട് കൂടുതൽ അടുത്തു. ഇപ്പോ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് നിന്നോടൊന്ന് നേരിട്ട് സംസാരിക്കണം. നോ, ഞാൻ വരില്ല. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല അവിനാശ്. നീ വരും. വരാതിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല പ്രിയ. ദേ, നിന്നെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന നിന്റെ ചേച്ചിയെ ഞാൻ ഇല്ലാതാക്കിയെന്ന് വരും. അവിനാശ്, പ്രിയ, നീ പേടിക്കണ്ട. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. അവള് മരിക്കണം. ഹലോ ബേബി, വാ അകത്തിരിക്കും. വേണ്ട, നീ ഒന്ന് ഇറങ്ങി വന്നേ. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഓക്കെ. പ്രിയ, എന്തൊക്കെ തോന്നിവാസങ്ങളാ നീ പറഞ്ഞത്? എന്റെ ചേച്ചിയെ കൊല്ലും, എന്നിട്ട് നീയും പോയി ചാവുന്നു. ചാകടാ, നീ പോയി ചാക് പോ. ഹേ പ്രിയ, എന്താ ഇത്? കൂൾ കൂൾ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അതിനിങ്ങനെ പേടിച്ചാലോ? ഇതാണ് തമാശ? ഇങ്ങനെയാണ് നീ തമാശ പറയുന്നത്? ഒരാളെ കൊല്ലുന്നൊക്കെ പറയാൻ മാത്രം ക്രൂരനാണോ നീ? പിന്നെന്തിനാ മോൾ അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചത്? എങ്ങനെ? ഡിവോഴ്സിൽ നിന്ന് പിന്തിരിയാൻ നീ പറഞ്ഞു. എന്റെ ഭാര്യയോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് നീ പറഞ്ഞു. നിന്നെ മറന്ന് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഞാനില്ലാതെ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നീ പറയുന്ന ഒക്കെ ശരിയാ, പക്ഷെ വല്ലാത്തൊരു കുറ്റബോധം എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. എന്തിന്? മറ്റൊരാളുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. അല്ല, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? നീ ഇവളോട് കുറച്ചു മുമ്പ് ഫോണിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിനക്ക് ഞാൻ പല തവണ മുന്നറിയിപ്പ് തന്നതാ. അതുകൊണ്ടൊന്നും നീ പിന്മാറാൻ തയ്യാറല്ല അല്ലേ? പ്രിയെ ചതിക്കാൻ വേണ്ടിയല്ല ഞാൻ സ്നേഹിച്ചത്, വിവാഹം കഴിക്കാൻ വേണ്ടിയാ. അങ്ങനെ നിന്നെ പോലെ ഒരുത്തന്റെ രണ്ടാം ഭാര്യ ആവേണ്ട ഗതികെട്ടൊന്നും ഇവൾക്കില്ല. അപ്പോ ആ ഗതികേട് നിനക്കാവാം അല്ലേ? DKയുടെ രണ്ടാം ഭാര്യയാവാൻ സമ്മതം മൂളിയുള്ളല്ലേ നീ? എന്നിട്ട് മെഹന്തി കല്യാണ ദിവസം ഒളിച്ചോടി. അന്ന് DK ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ നീ ഇപ്പോ DKയുടെ രണ്ടാം ഭാര്യയായി അമരാവതിയിലിരുന്നേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതെന്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചാണ് ഞാൻ. എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ അനിയത്തിക്ക് വേണ്ടി ഏത് കുരിശും ചുമക്കും ഞാൻ.
എന്റെ ജീവിതം നശിച്ചാലും എന്റെ അനിയത്തിയുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഒരിക്കൽ കൂടി നീ ഇവളെ തേടി വന്ന പിന്നെ ഞാനങ്ങ് ഇറങ്ങും. ദേ, ഈ കാലി കിടക്കുന്ന ചെരുപ്പുകൊണ്ട് പരസ്യമായിട്ട് നിന്നെ അടിക്കും ഞാൻ. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച അടുത്ത തവണ എന്റെ ചെരുപ്പ് നിന്റെ കരണത്ത് പതിയും. ഓർത്തോ? പിന്നെ സോഷ്യൽ മീഡിയയിലും ചാനലിലും നിറയെ അതിന്റെ നാറ്റം നീ സഹിക്കേണ്ടി വരും. വാടി. ആര് പറഞ്ഞു താരച്ചോടി കാര്യം? ആ ഡ്രൈവർ പറഞ്ഞതാ. അവള് കൊണ്ടുവന്ന കേക്ക് ഡി.കെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ എറിഞ്ഞു കളഞ്ഞു. ആ, അപ്പൊ ചുമ്മാതല്ല ഡി.കെ ചേച്ചി ഉണ്ടാക്കി കേക്ക് എടുത്ത് എറിഞ്ഞത്. അവൾ ആ കേക്കും കൊണ്ട് വന്നതിന്റെ കലിപ്പ ഡി.കെ നമ്മളോട് തീർത്തത്. എന്തായാലും ആ ധൂമകേതു ഒഴിഞ്ഞുപോയത് നന്നായി. ഇല്ലെങ്കിൽ ഈ ഓണം ബമ്പർ ലോട്ടറി നമുക്ക് തന്നെ അടിച്ചേനെ. അല്ല, എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പിന്നെയും കേക്കും കൊണ്ട് ഡി.കെ കാണാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടല്ലെന്ന് മായച്ചല്ലേ പറഞ്ഞത്? പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ അവളുടെ ഇഷ്ടക്കേട് ഇരുമ്പുലക്കെ അല്ലല്ലോ. അതെപ്പോ വേണമെങ്കിലും മാറാം. നമ്മളവളെ ട്രാപ്പിലാക്കി ഓടിച്ചതാണെന്ന് ഇപ്പൊ അവക്ക് മനസ്സിലായിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഡി.കെയുടെ ഭാര്യാപദവിയുടെ വലിപ്പം എത്രയാണെന്ന് അവളിപ്പൊ തിരിച്ചറിഞ്ഞു കാണും. അപ്പൊ പിന്നെ ബന്ധം നിലനിർത്തിയാൽ നാളെ ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പാവം. ഇനി ഒരു ചാൻസ് അവൾക്ക് ഇല്ലല്ലോ. സിത്താരയ്ക്ക് വേണ്ടിയാ ഇപ്പൊ ഈ വീട് ഒരുങ്ങുന്നത്. എന്തായാലും ഈ ഓണം നമുക്ക് ആഘോഷിക്കണം. പിന്നെ എന്റെ അനിയത്തി നമ്മുടെ അമ്മായിയമ്മയായിട്ട് വരുന്ന ഓണല്ലേ, ആഘോഷിക്ക തന്നെ വേണം. കേടുന്ന അലറണ്ട. ആശാലത ചത്തൊന്നും പോയിട്ടില്ല. ഇതാണ് സന്തോഷമായിട്ട് വിളിച്ചാലും ഒരു നല്ല വർത്തമാനം പറയാൻ അവളെ കൊണ്ടുപോയി. എനിക്കിപ്പോ ഇത്ര സന്തോഷം കാണിക്കാനേ പറ്റൂ. അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്ത എന്റെ നടു ഒടിഞ്ഞു. ആ, അതിന് നിനക്കുള്ള സമ്മാനമാണ് ഈ ഓണക്കോടി. നോക്കിയാ കൊള്ളാവുന്നു. ഇതായിരുന്നോ? ഞാനും കൂടി വരാന്ന് പറഞ്ഞല്ലേ? ആ, നോക്കട്ടെ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് പറയാം. കണ്ടു കാണാത്ത ആളുടെ സെലക്ഷൻ അല്ലേ? നീ ആദ്യം അത് നോക്ക്, എന്നിട്ട് ആക്ഷേപിക്കും. ഇത് കൊള്ളാലോ. അങ്ങനെ സെലക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾ ബഹുമിടുക്കനായി. എന്റെ സെലക്ഷനിൽ തെറ്റിപ്പോയത് ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. അത് നീയാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? താൻ താൻ ചെയ്യും കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുവന്നേ വരും. അനുഭവിക്കുക തന്നെ. നിങ്ങളിപ്പോ എന്തേലും പറഞ്ഞോ? അല്ല, എന്റെ സെലക്ഷൻ മോശമല്ലാത്തോണ്ടാണല്ലോ നീ എന്റെ ഭാര്യയായത് എന്ന് പറയായിരുന്നു. തലവരം അയച്ചാ പോവില്ലല്ലോ. നിങ്ങളെപ്പോലൊരുത്തന്റെ രണ്ടാം കെട്ടുകാരിയായി ജീവിതം ഹോമിക്കാനായി എന്റെ വിധി. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, എന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറെ ആളെ കെട്ടിക്കോ. എനിക്ക് സമ്മതം. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. എന്നിട്ട് വേണം ഇനി മൂന്നാം കെട്ട് കെട്ടാൻ. മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആശാലതേ, ഒരു മനുഷ്യന് ഒരു ജന്മത്ത് ഒന്നിലധികം കുരിശ് ചുമക്കാൻ പറ്റില്ല.